അപ്പോൾ രാവിലെ തന്നെ ഇവിടെ ഒരാൾ ഓഫീസിൽ വിടുന്നത് ഞാൻ ഒരു പിള്ളേരെ സ്കൂളിൽ വിടുന്ന പോലെയാണ് കേട്ടോ. എല്ലാം പാക്ക് ചെയ്ത് കൈ കൊടുക്കണം. അങ്ങനെ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ പണിയിലേക്ക് കടന്നു. നമ്മുടെ പൂച്ചക്കുട്ടന്മാർ രാവിലെ തന്നെ പാസ്സായിട്ടുണ്ട്. അഭിയെ തന്നെ പേടിയാണ്, അതുകൊണ്ട് രാവിലെ കാണത്തേ ഇല്ല. അഭിയെ തന്നെ ബൈക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ഇവർ പുറകുവശത്ത് ഹാജരാക്കും കേട്ടോ. എന്താ എങ്ങനെയാണെന്ന് ഇവർക്ക് മനസ്സിലാവണമെന്ന് എനിക്കറിയാൻ പാടില്ല. ചോറുമാമത്തിന് വേണ്ടി നിൽക്കണത് എൻ്റെ കയ്യിൽ നിന്ന് കള്ളക്കുട്ടന്മാർ, നമ്മുടെ മഞ്ഞക്കുഞ്ഞന്മാർ. ഓട്ടയുള്ളിടത്ത് കൊച്ചു കൊച്ചിലകൾ കൊച്ചു കൊച്ചു പൂക്കൾ വെച്ച് അലങ്കരിക്കാമെന്ന് പറഞ്ഞുള്ള എൻ്റെ പിന്നെയുള്ള എൻ്റെ കൊച്ചു കൊച്ചു പണികളായിരിക്കില്ല. അത് ഞാൻ തിണ്ണ മുതൽ പുറകുവശത്ത് തിണ്ണവരെ കാണും സാധനങ്ങൾ പറക്കാൻ. പിന്നെ ഇത് കർട്ടൻ ഇങ്ങനെ ഫാൻ ഇടുമ്പോൾ ഇങ്ങനെ പറക്കുവേ. അപ്പോൾ റെസ്ലിംഗ് ആണെന്നും പറഞ്ഞാൽ ഇവനിങ്ങനെ ഇടിയാണ് കാണാൻ നല്ല രസമുണ്ട്. എന്നാണെങ്കിലും കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴേ എൻ്റെ മനസ്സിന് ഭയങ്കരമായിട്ട് കുളിർമ ഒരു കാഴ്ച കണ്ടുകൊണ്ട് ഞാൻ വെച്ച വെള്ളത്തിൽ നിന്ന് പാവങ്ങൾ കാക്കകൾ ഇങ്ങനെ വെള്ളം കുടിക്കണം കണ്ടപ്പോഴത്തേക്ക് സങ്കടം തോന്നി. കാരണം എന്നാ തീയ തെളിയണത്. പിന്നെ ഞാൻ കുറച്ച് ചോറ് ആ മതിലിൻ്റെ മണ്ടയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ താഴെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൂച്ചക്കുട്ടന്മാരെല്ലാം തെറിപ്പിച്ച് കളയും. അപ്പോൾ കാക്കയ്ക്ക് തിന്നാൻ വേണ്ടി ഞാൻ കുറച്ച് ചോറ് മതിലേലും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുങ്ങൾ മുഴുവൻ ഇരുന്ന് തിന്നാണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായി, അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വലിയ കൊച്ചു പണികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഉച്ച കഴിഞ്ഞൊരു സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് വൈകുന്നേരം അലക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കത്തില്ല. കാരണം ചെറിയ മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നി പണി പാളൂന്ന്. ഇടയ്ക്ക് കുടുകുടൂന്ന് കുടുങ്ങണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ അലക്കിയിടാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേക്കും അവനും നിക്കറും ഊരിക്കൊണ്ട് അലക്കാന്നും പറഞ്ഞു വന്നു. സ്വപ്നക്കൂടിനകത്ത് കൊച്ചിങ്ങനീഫ് പറയുന്ന പോലെ ഗാന്ധിജി എന്താ പറഞ്ഞിരിക്കുന്നത്, അവനവൻ്റെ ഷർട്ടും മുണ്ടും ഷഡ്ഡി അവനവൻ തന്നെ കഴുകണം എന്ന്. അതുപോലെയാണ് എനിക്ക് തോന്നിയത്. അവനവൻ്റെ നിക്കർ അവൻ തന്നെ ഊരി കഴുകണ കാഴ്ചയാണ് ഈ കാണുന്നത്. പിന്നെ എൻ്റെ അടിച്ചടിച്ചടിച്ചടിച്ച് എൻ്റെ കരണത്തിട്ട് ഒരടി കിട്ടിയായിരുന്നു ഇടയ്ക്ക്, അത് വേറെ കാര്യം. പിന്നെ ഞാൻ ഓർത്തു കേട്ടോ, ഇതൊക്കെ പിള്ളേർ ചെയ്ത് പഠിക്കണത് നല്ലതല്ലേ. പിള്ളേരാളും പെൺപിള്ളേരാളും അവൻ്റെ തുണിയൊക്കെ അലക്കണം നല്ലതാണ്. ആയിക്കോട്ടെ. ഒരു സിനിമയ്ക്കകത്ത് ഒരു സിനിമ ഡയലോഗ് പറയാം, നിനക്കൊരു സഹായമാവും മണിയേ എന്ന് പറഞ്ഞ പോലെ എനിക്കൊരു സഹായമാവട്ടെ എൻ്റെ കുഞ്ഞൻ. എൻ്റെ ഊഹാപോഹങ്ങൾ അങ്ങനെ തെറ്റാറില്ല എന്ന് ഊന്നി പറയണ പോലെ വൈകിട്ട് ആയപ്പോഴത്തേക്കും നല്ല അടിപ്പം മഴ ഇടിയും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഭൂമി അങ്ങ് തണുത്തു എന്നൊക്കെ പറയില്ലേ, അതുപോലെയായിരുന്നു. അടിപൊളിയായിരുന്നു. മുറ്റത്ത് നല്ല തിമിർത്ത് പെയ്യുന്ന മഴ. അപ്പോൾ ഫുൾ വൈബ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ സന്ധ്യയ്ക്ക് നമ്മുടെ ദീപം അങ്ങ് തെളിയിച്ചു കേട്ടോ. അപ്പോൾ ചോറ്റാനിക്കരയമ്മയാണെന്നും പറഞ്ഞ് അവൻ വന്നിരിക്കണ ഇരിപ്പാണ് ഇത്. ഏത് അമ്പലത്തിൽ പോയാലും അവൻ ആദ്യം പറഞ്ഞാൽ ചോറ്റാനിക്കര പോകാൻ കേട്ടോ. കാരണം അവർക്ക് അത്രയ്ക്ക് ജീവനാണ്. ഇവർ നടക്കാൻ പഠിച്ചത് വരെ ചോറ്റാനിക്കര അമ്പലത്തിൻ്റെ മുറ്റത്തോടെയാണ്. അതുകൊണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വെളിപ്പുറത്താന്നൊക്കെ പറയില്ല, അങ്ങനെ ഒരു ഫീലിംഗ് ആണ് എനിക്കുള്ളത്. അപ്പം ഞാൻ കുറേ കഥകളൊക്കെ ഉണ്ട്, പുറകെ ഞാൻ പറയാം. അപ്പോൾ നമുക്ക് നിർത്തിയാലോ? ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു. ഇഷ്ടപ്പെട്ടാൽ ഞാൻ എന്നും പറയണ പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.